നിർദ്ദേശങ്ങളും അത് കൂടെ നിന്ന് പാലിച്ച് ഓരോ കുട്ടിയെയും ഇസ്ലാമികമായ ചുറ്റുവട്ടത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം പള്ളിയിലെ ജമാഅത്തിന്റെ കാര്യം. കുട്ടികളൊക്കെ ഇപ്പൊ ഞാൻ കണ്ടിടത്തോളം കുറച്ച് സ്ഥലം വന്നിട്ട് കുട്ടികൾ കുറവാണ്. പക്ഷെ അതങ്ങനെ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ആൺകുട്ടികളൊക്കെ പള്ളിയിൽ വരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് കുട്ടികൾ ജമാഅത്തിന് വരുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നിപ്പോ ഓരോ രക്ഷിതാക്കൾ, എത്രയോ രക്ഷിതാക്കൾ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് പല രക്ഷിതാക്കൾ രഹസ്യമായി ഫോണിൽ വിളിച്ചു പറയാറുണ്ട്, അത് എന്റെ കുട്ടിയുടെ അവസ്ഥ അങ്ങേയറ്റം മോശമാണ്, രാത്രി വീട്ടിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ, കൂട്ടുകെട്ട് ഒക്കെ പറഞ്ഞിട്ട് കരയാറുണ്ട്. അവിടെയാണ് ശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മളോട് ഉണർത്തിയത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചവനെ കൺകുളിർമയുള്ള സന്താനങ്ങളെ ഞങ്ങൾക്ക് നൽകണേ എന്ന് ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല പഠിപ്പിച്ചത്. നല്ല കൺകുളിർമയുള്ള സന്താനങ്ങളാകണമെങ്കിൽ പരിശുദ്ധമായിരിക്കുന്ന ദീനി ചിട്ട, ദീനി പഠനം അത് നമ്മുടെ വീട്ടിലുണ്ടാവുക, നമ്മുടെ മക്കളുണ്ടാവുക എന്നുള്ളത്. അതിനെ കുട്ടികൾ മാത്രമല്ല, ഒരു കുട്ടികളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് തന്റെ മാതാപിതാക്കളാണ്. നമുക്കറിയാം ചെറിയ കുട്ടികളെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കുട്ടികൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മുടെ കുട്ടികൾ പകർത്തും. അപ്പൊ എനിക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. എന്റെ വീട്ടിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ സ്ഥിരം സലാം പറഞ്ഞ് കയറി ചെല്ലും. ഞാനിപ്പോൾ അത്ഭുതപ്പെടാം. ഞാൻ പറഞ്ഞാൽ എന്റെ കുട്ടി സലാം പറയുന്ന ഒരു സംവിധാനം, അത് നമ്മളെന്താണോ പഠിപ്പിക്കുന്നത്, നമ്മളെന്താണോ ചെയ്യുന്നത് അത് നമ്മുടെ കുട്ടികൾ പഠിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മളവർക്ക് ചെല്ലുക, കുട്ടികളോട് അത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ചെല്ലുന്ന കണ്ടിട്ട് കുട്ടി ചെല്ലും. ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനാണ് നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ വളരെ വിപുലമായി നമ്മൾ ഇത്ര ഒരു വലിയ എമൗണ്ട് ഒക്കെ ചെലവാക്കി നമ്മളിങ്ങനെ സംവിധാനിച്ചിട്ട് ഉസ്താദന്മാരൊക്കെ വെച്ച് ഈ സംവിധാനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആദ്യമായി ഉണർത്താനുള്ളത് നമ്മുടെ മദ്രസയിൽ വരുന്ന കുട്ടികൾക്ക് ഇസ്ലാമികമായ ചിട്ടവട്ടത്തിലൂടെ വളരാനുള്ള സാഹചര്യം നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ ഒരുക്കി കൊടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇങ്ങനെ പറയുന്നത് മാറി വരുന്ന സാഹചര്യത്തിൽ നമുക്കൊക്കെ അറിയാം, ദീൻ ഇങ്ങനെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാലം വളരും തോറും, ഓരോ കാലം കഴിയും തോറും ദീന് കുറഞ്ഞു വരുന്നൊരു കാലഘട്ടം. അപ്പൊ അകന്നു പോകുന്ന ദീനിനെ കൂട്ടിച്ചേർത്ത് നമ്മുടെ മക്കളെ മതപരമായ ചിട്ടയിലൂടെ വളർത്തിയെടുക്കണം. പ്രത്യേകിച്ച് ഉസ്താദുമാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മറക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നിർബന്ധമാണ്. പക്ഷെ എന്നാൽ പോലും ഒരു ഉദാഹരണം പറയാം, ഏറ്റവും ചെറിയ കാര്യം പോലും നമ്മുടെ കുട്ടികളൊക്കെ മദ്രസയിൽ പഠിച്ചാൽ പോലും തലയിൽ തട്ടമിടാൻ മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. എത്രയോ കുട്ടികൾ എത്ര ദീന് പഠിച്ചിട്ട് അങ്ങനെയുണ്ട്. അങ്ങനത്തില്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് വരെയുള്ള വിശാലമായ സംവിധാനം, ഒരു മത പഠന സംവിധാനം നമ്മുടെ മുന്നിലുണ്ട്. അത് വളരെ ചിട്ടവട്ടത്തോടു കൂടി ഓരോ കുട്ടിയിലേക്കും അത് എത്തുന്ന കാര്യം എത്രത്തോളം ഓരോ കുട്ടിയും ജീവിതത്തിൽ പകർത്തുന്നുണ്ട് എന്ന് വിലയിരുത്തി അതിനനുസരിച്ച് മതപഠനം കാര്യക്ഷമമായി കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഉസ്താദന്മാരുടെയും രക്ഷിതാക്കളുടെയും മുന്നിലുള്ള ഉത്തരവാദിത്വം. അത് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഉസ്താദന്മാരെ കൂടെ നിൽക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ, കഴിഞ്ഞ കോവിഡിന് ശേഷം, കോവിഡ് സമയത്താണ് മൊബൈൽ ഓൺലൈൻ ക്ലാസ്. അതിന്റെ ശേഷം ഇന്ന് വരുന്ന എല്ലാ മദ്രസകളിലും ഇപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ എല്ലാ മദ്രസകളിലും മൊബൈൽ എന്ന് പറയുന്നതിന്റെ ഉപയോഗം, ഈ ഉപയോഗം കൊണ്ടാണ് കുട്ടികൾക്ക് പഠന നിലവാരം വളരെ മോശമായി, പഠന നിലവാരം വളരെ പുറകോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണ്. മിക്ക സ്ഥലങ്ങളിലും അന്വേഷിച്ച് നോക്കിയാലും പറയാം. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിസിറ്റ് വന്നപ്പോ ഉപദേശമായിട്ട് ഞങ്ങൾ സംസാരിച്ച് നോക്കുമ്പോൾ ഈ മൊബൈലിന്റെ ഉപയോഗം, ഇന്ന് മൊബൈലില്ലാത്ത ഒരു വീടുമില്ല. നമ്മളെന്ത് ഈ മൊബൈലിന്റെ ആവശ്യമനുസരിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നു. കുട്ടികളത് പഠനം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഗെയിം കളിച്ചിട്ട് രാത്രി സമയങ്ങളിലൊക്കെ ഗെയിം കളിക്കുക, കുട്ടികൾ പഠിക്കില്ല. അപ്പൊ അതാ ഞാൻ ഉമ്മമാരോട് പറയേണ്ട വിഷയമാണ്. നമ്മളൊന്നും വീട്ടിലുണ്ടാവില്ല. അത് ഉമ്മമാര് കർശനമായിട്ട് അത് നിയന്ത്രിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് പഠനം മെച്ചപ്പെടാൻ കഴിയുള്ളൂ. ഇവിടുന്ന് കൊടുക്കുന്ന പഠനം അത് വീട്ടിൽ നിന്ന് പ്രാവർത്തികമാക്കണം. അത് ഉമ്മമാരെ ശ്രദ്ധിക്കണം. അത് ഉമ്മമാർക്കാണ് നിർദ്ദേശം കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇവിടെ കഴിവിന്റെ പരമാവധി ഉസ്താദന്മാർ കുട്ടികൾക്ക് ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി വിദ്യാഭ്യാസം കൊടുക്കും. പിന്നെ വീട്ടിലുള്ള ആളുകൾ ഉമ്മമാർക്ക് അത് പ്രത്യേകം
അത് ശ്രദ്ധിക്കുക. ഉപ്പമാരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ മക്കളാക്കട്ടെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമുള്ള മക്കളാക്കട്ടെ. ദീനിനും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളായി അല്ലാഹു നമ്മെ ആ മക്കളെ ആക്കി എന്ന് നമുക്ക് ദുആ ചെയ്യാം. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോ ഇവിടെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ട്. നാളെ ഈ പരിപാലനമായ പള്ളിയെയും മദ്രസയെയും പരിപാലിക്കേണ്ടത് ഈ വരുന്ന ഈ തലമുറയാണ് എന്നുള്ള വലിയ പ്രാധാന്യം നിറഞ്ഞ ഒരു വലിയ സന്ദേശമാണ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ അവസാനമായി നമ്മൾ പറഞ്ഞത്. എന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഇത് ആവർത്തിച്ചു പറയാനുള്ളത് തന്നെയാണ്. നാളെ ഈ മദ്രസയെയും ഈ പള്ളിയെയും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെയും ഈ ഒരു പ്രദേശത്തെ നയിക്കേണ്ടത് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്. അതിലേക്ക് നിങ്ങളെ അങ്ങനെ അത്തരത്തിൽ നിങ്ങൾ ഉയർന്നു വരണമെങ്കിൽ നിങ്ങളുടെ